നമസ്കാരം. നമ്മുടെ നാട് പുരോഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്, കമ്പ്യൂട്ടറിൻ്റെ കാലമാണ്. ആ വിരൽത്തുമ്പിൽ നമ്മുടെ ലോകമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഒന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്: മനുഷ്യത്വം. മനുഷ്യനാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ആ തോന്നലുണ്ടല്ലോ, അത് ഓരോ മനുഷ്യനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെ, വളരെ ലാളനയോടെ, ഇഷ്ടത്തോടെയാണ് നമ്മൾ കാണുന്നത്, ചേർത്ത് പിടിക്കുന്നത്. അവരെ ഒരു ഉറുമ്പ് കടിച്ചാൽ, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ഒന്ന് വീണാൽ, ഒന്ന് വേദനിച്ചാൽ നമുക്ക് സഹിക്കില്ല. കാരണം അത്രത്തോളം നമ്മൾ അവർ സ്നേഹിക്കുന്നുണ്ട്, അവരെ കൊഞ്ചിക്കുന്നുണ്ട്, ലാളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ കൊല്ലം ജില്ലയിൽ ചവറയിൽ ഒരു വീട്ടമ്മ തൻ്റെ 2 മക്കളെ ഉപേക്ഷിച്ചു പോയി. 5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ. ആ 2 കുട്ടികളെയും ഭർത്താവിൻ്റെ പക്കൽ ഉപേക്ഷിച്ച് അവർ അവരുടെ സുഖം നോക്കിപ്പോയി. അപമാനഭാരം കൊണ്ടോ, ഇനി അതല്ലെങ്കിൽ ഭാര്യ പോയതിലുള്ള വിഷമം കൊണ്ടോ, ഈ കുട്ടികളെ വളർത്തുന്നതിലുള്ള പ്രതിസന്ധി കൊണ്ടോ എന്താണെന്നറിയില്ല. എന്തായാലും ആ പിതാവ് ആത്മഹത്യ ചെയ്തു. തങ്ങളുടെ അച്ഛൻ എഴുന്നേൽക്കുന്നില്ല എന്ന പരാതിയുമായി തൊട്ടടുത്ത വീടുകളിൽ ചെന്ന കുട്ടികൾ, അയൽപക്കക്കാർ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഈ പിതാവ്, അദ്ദേഹം മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. ആത്മഹത്യ ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം ഈ കുട്ടികളെ, 5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള 2 കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി അതിൻ്റെ അമ്മയെ വിളിച്ചു. അവിടെയാണ് മാതൃത്വത്തിൻ്റെ വില നമുക്ക് മനസ്സിലായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോഴും പറയും, 10 മാസം ചുമന്ന് വളരെ വേദനകൾ സഹിച്ച്, അതിവേദന സഹിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തി, വളരെ ത്യാഗങ്ങൾ അറിയാമല്ലോ. ആ കാലുകൾ ചലിക്കുന്നത്, ആ ചുണ്ടുകൾ ചിരിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ആ കുരുന്നുകളെ ഉപേക്ഷിച്ച് കളയാൻ ഒരു മാതാവിന് പറ്റണമെന്നുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ മനസ്സ് ഒരല്പം കല്ലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ കുട്ടികളുടെ അച്ഛൻ മരിച്ചു. ഈ കുട്ടികളെ ഏറ്റെടുക്കണമെന്ന് നാട്ടുകാരും മറ്റുള്ളവരും എല്ലാം ആ മാതാവിനെ വിളിച്ച് പറയുമ്പോൾ തനിക്ക് ആ കുട്ടികൾ ആവശ്യമില്ല എന്നും തനിക്ക് നോക്കാൻ സൗകര്യമില്ല എന്നുമാണ് മറുപടി കിട്ടിയത്. ഇപ്പോൾ കുട്ടികൾ ശിശുക്ഷേമ സമിതിയുടെ പരിചരണത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടികൾക്ക് മനസ്സില്ലേ? ഒരല്പം മുമ്പ് വരെ, അല്പനാൾ മുമ്പ് വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ, ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ തൻ്റെ അമ്മ തങ്ങളെ വേണ്ട, ഉപേക്ഷിച്ചു പോയതാണ് എന്ന്. തങ്ങളുടെ അച്ഛൻ തങ്ങളെ തോളിലേറ്റി തങ്ങളെ കൈപിടിച്ച് നടന്ന അച്ഛൻ ഈ ലോകത്തില്ല എന്ന്, ഈ ലോകത്ത് തങ്ങൾ തീർത്തും അനാഥരായി പോയി എന്ന്. ഞാൻ ആലോചിക്കുന്നത്, ഈ കുടുംബങ്ങൾക്ക്, ഈ അച്ഛൻ്റെ കുടുംബത്തിനും അമ്മയുടെ കുടുംബത്തിനും മറ്റു കുടുംബാംഗങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന പരിലാളന അനാഥാലയത്തിൽ ആരെങ്കിലും കൊടുത്താൽ ശരിയാവുമോ? അല്ലെങ്കിൽ അതവർക്ക് അത്രത്തോളം അഭിമതമാകുമോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏറ്റെടുത്തുകൊണ്ട് അത് നോക്കുന്നതിന്, അവരെ വളർത്തുന്നതിന് പകരം അനാഥാലയത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ മനസ്സും എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വല്ലാത്തൊരു ലോകമാണ്. ബന്ധങ്ങൾക്ക്, മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു ലോകം. ചവറയിലെ ഈ മാതാവിനെയും അതല്ലെങ്കിൽ ആ കുരുന്നുകളുടെ ബാക്കിയുള്ളവരെയും അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് തോന്നുന്നത്. ചവറയിലെ ആ കുടുംബത്തിൻ്റെ മറ്റു ബന്ധുക്കളെയും കുട്ടികളെ ഉപേക്ഷിച്ച ആ മാതാവിൻ്റെയും മനസ്സുകളെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ആ കുരുന്നുകളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരും, അവരുടെ ഓരോ ആശങ്കകളും ആ മാതാവിന് സമ്മാനിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇനി ആ മാതാവിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. എല്ലാം അനുഭവിച്ച്, ഇഞ്ചിഞ്ചായി അനുഭവിച്ച്, ആരും നോക്കാനില്ലാതെ പുഴുവരിച്ചു മാത്രമേ ആ മാതാവ് ഈ ലോകത്തുനിന്ന് കടന്നു പോകൂ. മിക്കവാറും ഒരു മുഴം കയറിൽ തന്നെയായിരിക്കും അവരും അവസാനിക്കുക.